വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ നടപ്പിലാക്കുന്ന ജിടെക് വുമൺ പവർ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജിടെക് വുമൺ പവർ. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലായി വിജയകരമായി നടപ്പിലാക്കുന്ന ഈ പ്രത്യേക പദ്ധതിയിലൂടെ യോഗ്യതയുള്ള 1003 വനിതകൾക്ക് സൗജന്യ പ്രൊഫഷണൽ പരിശീലനവും തൊഴിൽ അവസരവും ലഭ്യമാക്കുന്നു. പെരുമ്പാവൂർ സെൻട്രൽ തല ഉദ്ഘാടനം MG യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് അംഗവും പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഡോക്ടർ അജി സി പണിക്കർ നിർവഹിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. പെരുമ്പാവൂർ പോലുള്ള ഒരു പ്രദേശത്ത് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ സാർ പറഞ്ഞതുപോലെ തന്നെ IT സെക്ടറിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നമുക്ക് കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും അതുപോലുള്ള പ്രോഗ്രാംസും പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജി. ഇപ്പോൾ AI വരെ എത്തി നിൽക്കുന്ന ലേറ്റസ്റ്റ് ടെക്നോളജിയുടെ കാലത്ത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇല്ല എങ്കിൽ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും ഇത് ആവശ്യം വേണ്ട ഒരു അവസ്ഥയായി മാറിയിട്ടുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രൊഫഷനുമായി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള കാലഘട്ടത്തിൽ ഏതൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിലും അവർ ഇത്തരത്തിലുള്ള കോഴ്സുകൾ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് മാത്രമല്ല, ഞാൻ അവരെയൊക്കെ ജിടെക് സജസ്റ്റ് ചെയ്ത് വിടാറുമുണ്ട്. സെന്റർ ഡയറക്ടർ ബിജു പി ഏലിയാസ്, ഇന്ദു ബിജു എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇന്നലെ മാർച്ച് 8-ാം തീയതി ലോക വനിതാ ദിനമാണ്. ലോക വനിതാ ദിനം എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ കേസിൽ ന്യൂസ് പേപ്പറിലൂടെയോ അല്ലെങ്കിൽ ന്യൂസുകളിലൂടെയോ മാത്രം കേട്ട് അങ്ങനെ വിടാറാണ് ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ നമ്മൾ സമൂഹത്തിൽ ഓരോ ലെവലിൽ നിൽക്കുന്നവർക്കും അതിൻ്റേതായ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇതിനോട് വേണം. ഇപ്പോൾ നമ്മൾ ഒരു എഡ്യൂക്കേഷൻ ജിടെക് എന്ന പേരിൽ പെരുമ്പാവൂർ ഒരു എഡ്യൂക്കേഷൻ ഫേമാണ്, കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഫേമാണ് നടത്തുന്നത്. അപ്പം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ടൈമിൽ നോർമൽ കേസിൽ പൈസ കാര്യങ്ങളുള്ളവരെല്ലാം നേരിട്ട് വന്ന് അവരുടേതായ കോഴ്സുകളും എല്ലാം ചൂസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. ഇനി ഈ കോഴ്സുകളെ കുറിച്ച് അവയർനെസ് ഇല്ലാത്തവരും ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയവർക്കും അതിനൊരു നമുക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് ചിന്തിച്ചത്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ടൈമിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് നമുക്ക് അങ്ങനെയുള്ളവരെ സമൂഹത്തിൽ നിന്ന് കണ്ടെത്തണം. അതിന് സമൂഹത്തിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളൊരു വലിയൊരു റിസ്ക്കുള്ളൊരു കാര്യം തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ കേസിൽ അർഹതപ്പെട്ടവരും അർഹതപ്പെടാത്തവരും ഇങ്ങനെ ഒരു നമ്മളിങ്ങനെ ഒരു കോഴ്സ് കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിനകത്ത് എൻറോൾ ചെയ്യും. അവരിൽ നിന്ന് നമ്മൾ അർഹതപ്പെട്ടവർക്ക്, അതായത് ജോലിക്ക് പഠിത്തം മാത്രമല്ല അവയർനെസ് എല്ലാവർക്കും ആവശ്യമായിരിക്കും. പക്ഷേ ഒരു ജോലി അവരുടെ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഏതാണോ ആ പാർട്ടിസിപ്പേറ്റ് അവർക്ക് അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് കണ്ടെത്തി അവർക്കൊരു അതിന് വേണ്ട കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക, അത് പഠിപ്പിക്കുക, അപ്പം തന്നെ നമ്മൾ അവരെ പ്ലേസും കൂടി ആക്കുക. ഇതായിരുന്നു നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് 8-ാം തീയതി വിവിധ സംഘടനകൾ ഈ ഒരു ദിനത്തിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യാറുണ്ട്. പക്ഷേ ജിടെക് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് പെരുമ്പാവൂരിലെ ജനതയ്ക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കുടുംബം പോറ്റാൻ വേണ്ടി ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഫിനാൻഷ്യലി ആയിക്കോട്ടെ, അവരുടെ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ അവരനുഭവിക്കുന്ന പിന്നോക്കാവസ്ഥ, പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരവസ്ഥ, ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം എന്നുള്ള ഒരു സതുദ്ദേശത്തോടു കൂടി അവർക്കൊരു ഇന്നത്തെ ചലഞ്ചിങ് ലോകത്ത് IT വിദ്യാഭ്യാസ മേഖലയിൽ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ദൗത്യം. ഈ ഒരു ആവശ്യം നമ്മളുടെ ജില്ലാ മിഷനുമായിട്ട്, കുടുംബശ്രീയുടെ ജില്ലാ മിഷനുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ അവരത് 2 കൈ നീട്ടി സ്വീകരിക്കുകയും വിവിധ CDS പേഴ്സൺസുമായിട്ട് അവർ കോർപ്പറേറ്റ് ചെയ്ത് 1000-ഓളം എൻക്വയറീസ് നമുക്ക് ആദ്യത്തെ വർഷം പ്രൊവൈഡ് ചെയ്ത് കിട്ടി. അങ്ങനെ 1500 ആപ്ലിക്കേഷൻ കിട്ടിയതിൽ നിന്ന് ഏറ്റവും അനുയോജ്യരായ ആളുകളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ഒരു tedious പ്രോസസ്സായിരുന്നു. കാരണം ഇതിനകത്ത് റെക്കമെൻഡേഷനുള്ള കുറേ പേരുണ്ടായിരുന്നു, ഇതിനകത്ത് ആവശ്യമുള്ളവരുണ്ടായിരുന്നു, ആവശ്യമില്ലാത്തവരുണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും അനുയോജ്യരായ കുറേ പേരെ കണ്ടെത്തി അവർക്ക് അനുയോജ്യമായ ഒരു കോഴ്സ്, അവരുടെ അഭിരുചി അനുസരിച്ചുള്ള കോഴ്സ്
കൊമേഴ്സ് എടുക്കുന്നവർക്ക് ചിലപ്പോൾ ഗ്രാഫിക്സ് പറ്റണമെന്നില്ല, ഗ്രാഫിക്സ് പറ്റുന്നവർക്ക് ചിലപ്പോൾ അനിമേഷൻ പറ്റണമെന്നില്ല, അനിമേഷൻ പറ്റുന്നവർക്ക് മൾട്ടിമീഡിയ പറ്റണമെന്നില്ല. അങ്ങനെ ഏതാണോ അവരുടെ അഭിരുചി അതനുസരിച്ചുള്ള കോഴ്സുകൾ നമ്മൾ ഓപ്റ്റ് ചെയ്ത് അവരെ അതിൻ്റെ ഏറ്റവും ഉന്നതയിലേക്ക് എത്തിച്ച് നമ്മളുമായിട്ട് സഹകരിക്കുന്ന, നമ്മുടെ CSRൻ്റെ ഭാഗമായിട്ട് സഹകരിക്കുന്ന ഏകദേശം 32ഓളം കമ്പനികളിൽ ഞങ്ങൾ ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ ഞങ്ങളെക്കാൾ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ ഉദ്യോഗാർത്ഥികളെ അവിടെ സ്വീകരിക്കുകയും അവർക്ക് അനുയോജ്യമായ തസ്തികകളിൽ ജോലി കൊടുക്കുകയും ചെയ്ത ഞങ്ങളായിട്ട് സഹകരിച്ച ഈ നല്ല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ്. അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.